ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ടീം 2026 ഇപ്പോൾ വന്ന റാങ്ക് ലിസ്റ്റിന് പിന്നാലെ ഇനി വരാൻ പോകുന്ന എഞ്ചിനീയറിംഗ് അഡ്മിഷൻ, ഫാർമസി അഡ്മിഷൻ, മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട റാങ്ക് കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളും നിങ്ങളുടെ ചില തെറ്റിദ്ധാരണകൾക്കുള്ള ഉത്തരവുമാണ് ഈ ഒരു വീഡിയോ. സേവ് ചെയ്ത് വെച്ചോ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ. നിങ്ങൾ കീം എഴുതി, കീമിന്റെ റിസൾട്ട് സ്കോർ ആയിട്ട് ആദ്യം വന്നു, ഇപ്പോഴത്തെ ഫൈനൽ റാങ്ക് ലിസ്റ്റും വന്നു. ഇനി വലിയ വിവാദങ്ങളില്ല, ഇത് റദ്ദാക്കാൻ പോകുന്നില്ല, കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ഡിലേ വരാൻ പോകുന്നില്ല. ഇനി 30-ാം തീയതി മുതൽ ജൂലൈ 4 വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയവും ഏകദേശം ധാരണയായിട്ടുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഫർദർ. സോ എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് ഏറെക്കുറെ ചെറിയൊരു ധാരണ നിങ്ങൾക്കുണ്ട്. ഇനി കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണോ നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്? ഒരുപാട് വിദ്യാർത്ഥികൾ അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതല്ല വാസ്തവം. ഇപ്പോൾ വന്നിട്ടുള്ള ജനറൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എത്രയാണോ റാങ്ക് അത് തന്നെയാണ് നിങ്ങളുടെ റാങ്ക്. ഇനി കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എന്തിനാണ് വരുന്നത്? മുസ്ലിം കാറ്റഗറിയിൽ എത്ര കുട്ടികളാണ് ഈ രീതിയിൽ അവരെ മാത്രം എടുത്തുകൊണ്ട് അതിൽ നിങ്ങൾ എത്രാം സ്ഥാനത്താണ്, അല്ലെങ്കിൽ റിസർവേഷനുള്ള SC/ST കാറ്റഗറികൾ, OBC കാറ്റഗറി, ഇതിലെല്ലാം നിങ്ങൾ എത്രാമതാണ് എന്ന് നിർണ്ണയിക്കുന്നതാണ് കാറ്റഗറി റാങ്ക്. ഇതിലൂടെ നിങ്ങൾക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണ്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഓപ്ഷനൊക്കെ രജിസ്റ്റർ ചെയ്തു, എന്നിട്ട് കോളേജിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കുട്ടിയെ വിളിച്ചു. ആ കുട്ടി ഒരു റിസർവേഷനുള്ള, ഇപ്പോൾ OBCയിൽ തന്നെയുള്ള കുട്ടിയാണ്, 10ാമത്തെ റാങ്ക് വരെ അവിടെ വിളിച്ചു. നിങ്ങളുടെ റാങ്ക് 14ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണയുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തതിന് തന്നെ വിളിക്കുമോ ഇല്ലയോ? അതായത് അലോട്ട്മെന്റിന്, കോളേജ് അഡ്മിഷന് വേണ്ടി സഹായിക്കുന്ന ഒരു ഫർദർ അസിസ്റ്റന്റ് റിസർവേഷൻ ടൂളാണ് കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത്. ഓരോ കോളേജിലും ഇത്ര പെർസെന്റേജ് സീറ്റുകൾ അതാത് റിസർവേഷൻ കാറ്റഗറിക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിന് വിളിക്കുമ്പോൾ ആ കാറ്റഗറി റാങ്കിനനുസരിച്ചായിരിക്കും അവർ കൂടുതൽ റിസർവേഷൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ഒരുപാട് DMകളും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മെസ്സേജ് വരുന്നത് ഇപ്രകാരമാണ്: എനിക്ക് ഇത്ര റാങ്ക് ഉണ്ട്, എനിക്ക് ഇന്ന കാറ്റഗറിയാണ്, എനിക്ക് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ, ആ കോളേജ് വയ്ക്കണമോ വേണ്ടയോ എന്നുള്ളതാണ്. ഇത്തവണ എത്ര കോളേജുകൾ വയ്ക്കാം എന്ന് കൃത്യമായിട്ട് CE പറയാത്ത പക്ഷം, അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ 20 ആയിരുന്നു, ഇത്തവണ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഓപ്ഷൻസ് നിങ്ങൾ വയ്ക്കാം. ഓപ്ഷൻസ് വയ്ക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഡൗട്ടാണ്, ഓരോ ഓപ്ഷനും ഓരോ കോളേജ് ആയിരിക്കണോ? ഒരിക്കലും അല്ല. നിങ്ങൾക്ക് CET-ലാണ് പഠിക്കാൻ ആഗ്രഹം, നിങ്ങൾക്ക് 2000-നകത്ത് റാങ്ക് ഉണ്ട്, അങ്ങനെയാണ് എങ്കിൽ എന്താണ്, CET-ലെ CS വെക്കാം, CET-ലെ ഇലക്ട്രോണിക്സ് വെക്കാം, CET-ലെ, ഇതെല്ലാം ഓരോ ഓപ്ഷനാണ്. കോളേജ് സെയിം ആണെങ്കിലും കോഴ്സുകൾ മാറിക്കഴിഞ്ഞാൽ അത് ഓരോ ഡിഫറെന്റ് ഓപ്ഷനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ എന്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ 2000-നും 3000-നും ഇടയ്ക്ക് കീമിലെ റാങ്ക് മേടിച്ച സമയത്ത് പോലും എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ CET-ലെ ഒരു ടോപ്പ് ബ്രാഞ്ച് കിട്ടി. കാരണം എന്തുകൊണ്ടാണ്? അവിടെ കൃത്യമായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സാധ്യതകളും പിന്നെ അതിന് ടോട്ടൽ ക്രൈറ്റീരിയകളും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് CET-ലെ തന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് ഞാൻ വെച്ചത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഡൗട്ടുകൾ, ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ, എൻ്റെ കാറ്റഗറി വെച്ച് അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട് എങ്കിൽ ആക്യുറേറ്റ് ടൂളൊന്നുമല്ല, പക്ഷേ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻസിന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, 2025-ലെ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് ഓൾറെഡി ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. അത് ഫാർമസിക്കും അതുപോലെ തന്നെയാണ്. അതിലെന്താ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇപ്പോൾ വന്ന ജനറൽ റാങ്ക് എത്രയാണെന്ന് നോക്കുക. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സും കോളേജും ചേരുന്ന ഓപ്ഷന് നേരെ കൊടുത്തിട്ടുണ്ടാകും. SC-യിൽ എത്രയാണ് അവിടെ ഫൈനലി സെക്കൻഡ് അലോട്ട്മെന്റിന് കിട്ടിയ റാങ്ക്, അതുപോലെ OBCക്ക് എത്രയാണ്, അതുപോലെ ഓരോ കാറ്റഗറിക്കും എത്രയാണ്, സ്റ്റേറ്റ് മെറിറ്റ് ജനറലിന് എത്രയാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് മനസ്സിലാകും? അവിടെ നിങ്ങൾക്ക് ആ റാങ്ക് വെച്ചിട്ട്, ഇപ്പൊ കിട്ടിയ റാങ്ക് വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നോക്കാം. അത് പക്ഷേ സ്റ്റിൽ അതിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഡിപ്പെൻസ് ചെയ്യേണ്ട. ബട്ട് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുമുണ്ട്. കാരണം കഴിഞ്ഞ വർഷവും 5:3:2 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ വെച്ചിട്ടൊക്കെയാണ് ഫൈനലി കോടതി വിധി വന്നതിന് ശേഷം മാർക്ക് നോർമലൈസ് ചെയ്തതും പിന്നീട് സ്റ്റേറ്റ് വിദ്യാർത്ഥികൾക്ക് ഗുണകരമായി വന്നതും. ഇപ്പോഴും ഏകദേശം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, അത്തരത്തിൽ ഒരു 20, ഇപ്പോൾ കോളേജൊക്കെ കിട്ടുമോ എന്ന് ഡൗട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒരു 20 ഓപ്ഷനെങ്കിലും ഒക്കെ തയ്യാറാക്കി വെക്കുക. അതായത് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ്, കോഴ്സ്, ഓപ്ഷൻസ് ആ പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക. എന്നിട്ട് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് മീൻസ് എന്താണ് അതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതല്ല നിങ്ങളുടെ റാങ്ക്, അത് ഒരു ടൂളാണ്. അപ്പോൾ അത് കൂടാതെ ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് അനലൈസ് ചെയ്ത് അതുകൂടി വെക്കുക. ഇനി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഒരു ഡെമോ വീഡിയോ 2025-ൽ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത് ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. പറ്റുമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. അതൊന്ന് നോക്കി വയ്ക്കുക. എന്നിട്ട് പരമാവധി സ്വന്തമായിട്ട് ചെയ്യുന്നതിനേക്കാളും അക്ഷയയിലൊക്കെ പോയി ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ പ്രൂഫും ബാക്കി കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് വെക്കുക. ഓരോ ഘട്ടം കഴിയുമ്പോഴും എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകും. നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സാധാരണ നിങ്ങൾ +1-ൽ ചെയ്തതുപോലെ തന്നെയാണ്, പക്ഷെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക.
ചെയ്യുക. ഫീ പേയ്മെന്റ് ആയാലും ബാക്കി കാര്യങ്ങളായാലും അതാത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അപ്ഡേറ്റുമായി ഞങ്ങൾ വരുന്നതാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം തീർന്നു. ഈ പറയുന്ന ഡേറ്റുകളിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ഓൾ സബ്ജക്റ്റഡ് ടു CE വെബ്സൈറ്റ് ആണ്. സോ അതെന്തായാലും ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.